Okay, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് ഡയാലിസിസ് ടെക്നിക് സെമിസ്റ്റർ 6 ഡയാലിസിസ് ടെക്നോളജിയുടെ യൂണിറ്റ് 1 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 9 ക്വസ്റ്റ്യൻസും 10 ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ ആൻസേഴ്സ് എക്സ്പ്ലനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, CRRT മൊഡാലിറ്റി ബേസിക് ഡെഫിനിഷൻ. നമ്മൾ പല മൊഡാലിറ്റീസ് ഉണ്ട്. CVVH ഉണ്ട്, കണ്ടിന്യൂസ് വെനോവനസ് ഹീമോഫിൽട്രേഷൻ ഉണ്ട്, CVVHD ഉണ്ട്, കണ്ടിന്യൂസ് വെനോവനസ് ഹീമോഡയാലിസിസ് ഉണ്ട്, SCUF ഉണ്ട്, സ്ലോ കണ്ടിന്യൂസ് അൾട്രാഫിൽട്രേഷൻ, CVVHDF ഉണ്ട്, കണ്ടിന്യൂസ് വെനോവനസ് ഹീമോഫിൽട്രേഷൻ. ഇതിനകത്തിപ്പം CRRT മൊഡാലിറ്റി യൂസിങ് ഡെഫിഷൻ ഏത് മൊഡാലിറ്റിയിലാണ് ഡെഫിഷൻ യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ ബി ആണ്. CVVHD ആണ്, കണ്ടിന്യൂസ് വെനോവനസ് ഹീമോഡയാലിസിസിനാണ് നമ്മൾ ഡെഫിഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. CRRTയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? അതിനകത്ത് ഹീമോഡൈനാമിക് പേഷ്യൻ്റ് സ്റ്റേബിൾ ആയിരിക്കും, BP ഒക്കെ സ്റ്റേബിൾ ആയിരിക്കും, ഒരു സേഫാണ്. അപ്പം അതിൻ്റെ ആൻസർ ബി ആണ്. ആൻറ്റികോളിൻ്റെ ഏതാ യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്നത് ഹിപ്പാരിനാണ്. കാരണം സർക്കിറ്റിനകത്ത് ക്ലോട്ട് വരാതിരിക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ആൻറ്റികോളിൻ്റെ ഹിപ്പാരിനാണ്. SCUF എന്താണ്? എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത് നമ്മൾ ഫ്ലൂയിഡ് റിമൂവലിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. SLED ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈബ്രിഡ് തെറാപ്പിയാണ്. SLEDയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ISDയും CRRT ആണ്. അതൊരു ഹൈബ്രിഡ് തെറാപ്പിയാണ്. SLED എത്ര നേരം യൂസ് ചെയ്യും? സാധാരണ നമ്മൾ കുറച്ച് കൂടുതൽ സമയം ചെയ്യുന്നതാണ് SLED എന്ന് പറയുന്നത്. അതൊരു പ്രൊലോങ് ഡയാലിസിസ് മെത്തേഡാണ്. 6 to 12 hours വരെ യൂസ് ചെയ്യാം. SLED എവിടെയാണ് പ്രിഫർ ചെയ്യുന്നത്? ICUയിൽ കിടക്കുന്ന സീരിയസ് പേഷ്യൻസിനെയാണ് SLED നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ആൻസർ ബി ആണ്. പ്ലാസ്മഫെറിസിസ് എന്താ ചെയ്യുന്നത്? പ്ലാസ്മഫെറിസിസ് പ്ലാസ്മ ക്ലിയർ ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് പ്ലാസ്മയ്ക്കകത്തുള്ള ടോക്സിൻസോ അല്ലെങ്കിൽ മോളിക്യൂൾസോ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആൻസർ ബി. റിപ്ലേസ്മെൻറ്റ് ഫ്ലൂയിഡ് ഏത് ഫ്ലൂയിഡ് വെച്ചാൽ നമ്മൾ റിപ്ലേസ് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്ന ഫ്ലൂയിഡ് സെലൈൻ, ആൽബുമിൻ, ആർബിസിക്കളായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആൽബുമിനാണ്. ആൻസർ ബി ആണ്. പ്ലാസ്മഫെറിസിന് ഇൻഡിക്കേഷൻ എപ്പോഴാണ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ പ്ലാസ്മയ്ക്ക് എന്തെങ്കിലും ആൻറ്റിബോഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനാണ്. ഇതിനകത്ത് ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണ്, മയസ്തീനിയ ഗ്രാവിസ് ആണ്. ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അതുകൊണ്ട് മസിൽ പാരലിസിസ് വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് പ്ലാസ്മഫെറിസിസ്. ആൻസർ ബി ആണ്. പ്ലാസ്മഫെറിസിൻ്റെ ടെക്നിക്ക് എന്താണ്? ടെക്നിക്ക് എന്ന് വെച്ചാൽ സെൻട്രിഫ്യൂഗേഷൻ ആണ് അതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. ഹീമോപെർഫ്യൂഷൻ പ്രിൻസിപ്പിൾ എന്താണ്? ഹീമോപെർഫ്യൂഷൻ്റെ പ്രിൻസിപ്പിൾ വെച്ചാൽ ബേസിക്കലി അഡ്സോർപ്ഷൻ ആണ്. ടോക്സിൻസ് എല്ലാം ഒരു സർഫസിൽ നമ്മൾ അഡ്സോർബ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ആൻസർ സി ആണ്. അഡ്സോർബൻറ്റ് യൂസ് ചെയ്യുന്ന വിച്ച് അഡ്സോർബൻറ്റ് ഈസ് യൂസ്ഡ്? അപ്പോൾ ആൻസർ ബി ആണ്, ചാർക്കോളാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന അഡ്സോർബൻറ്റ്. ഇൻഡിക്കേഷൻ ഓഫ് ഹീമോപെർഫ്യൂഷൻ എന്താണ്? എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പോയിസണിങ്ങും ഡ്രഗ് ഓവർഡോസിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. കോംപ്ലിക്കേഷൻ ഓഫ് HP എന്താണ്? പ്ലേറ്റ്ലെറ്റ് ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആൻസർ ബി ആണ്, ത്രോംബോസൈറ്റോപീനിയ. CVVH പ്രിൻസിപ്പിൾ എന്താണ്? CVVH പ്രിൻസിപ്പിൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൺവെക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോൾവെന്റ് ഡ്രാഗ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് സൊല്യൂട്ട്സ് along with water across the membrane during ultrafiltration. അപ്പം സോൾവെന്റ് ഡ്രാഗ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇതിനകത്ത് കൺവെക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. സോൾവെന്റ് ഡ്രാഗ് ഉള്ള ഒരു കൺസെപ്റ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. CVVHDF എന്താണ്? യൂസസ് എന്താണ്? CVVHDFിൻ്റെ യൂസ് ബേസിക്കലി ഡിഫ്യൂഷൻ, കൺവെക്ഷൻ, ഒരു കോമ്പിനേഷൻ തെറാപ്പിയാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ആൻസർ സി ആണ്, ബോത്ത്. SCUF ഡയാലിസേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ? ആൻസർ നോ, നമ്മൾ യൂസ് ചെയ്യുന്നില്ല. SCUF ഡയാലിസേറ്റ് യൂസ് ചെയ്യില്ല. ഫ്ലൂയിഡ് റിമൂവൽ ഓക്കോസ് ഓൺലി ബൈ അൾട്രാഫിൽട്രേഷൻ യൂസിങ് പ്രഷർ ഗ്രേഡിയൻറ്റ്. പ്രഷർ ഗ്രേഡിയൻറ്റ് ഉപയോഗിച്ച് അൾട്രാഫിൽട്രേഷൻ ആണ് ചെയ്യുന്നത്. ഫ്ലൂയിഡ് ഡയാലിസിസ് യൂസ് ചെയ്യുന്നില്ല. CRRT ഡ്യൂറേഷൻ എത്രയാണ്? കണ്ടിന്യൂസ് റിപ്ലേസ്മെൻറ്റ് തെറാപ്പിയുടെ ഡ്യൂറേഷൻ 24 hours ആണ്. അതൊരു കണ്ടിന്യൂസ് തെറാപ്പിയാണ്. ആൻസർ സി ആണ്. CRRTയുടെ ആക്സസ് എങ്ങനെയാണ്? സെൻട്രൽ ആണോ പെരിഫറൽ ആണോ ചോദ്യം. ആൻസർ ബി ആണ്, സെൻട്രൽ വെനസ് കാത്തറ്റർ വഴി ആക്സസ് ചെയ്യുന്നത്. CRRTയുടെ ബ്ലഡ് ഫ്ലോ എങ്ങനെയാണ്? ലോ ആണോ, ഹൈ ആണോ, മോഡറേറ്റ് ആണോ? ആൻസർ ലോ ഫ്ലോ ആണ്.
അപ്പം പെട്ടെന്ന് പേഷ്യൻ്റ് ഇൻസ്റ്റേബിൾ ആവത്തില്ല. അപ്പോൾ ആൻസർ പ്രിവെൻസ് ഇൻസ്റ്റെബിലിറ്റി ആണ്. ആൻസർ ലോ ആണ്. ആൻസർ ഡയാലിസിസ് ഇൻ CVVHD ഏതാണ് യൂസ് ചെയ്യുന്നത്? റിക്വയർ ആണോ, വേണോ അല്ലേ വേണ്ടതെന്നാണ് ചോദ്യം. ആൻസർ റിക്വയർഡ് ആണ്. ആൻസർ എ ആണ്, യെസ്. റിപ്ലേസ്മെൻറ്റ് ഫ്ലൂയിഡ് ഇൻ CVVH എന്താണ്? യെസ് ആണോ നോ ആണോ? അപ്പോൾ ആൻസർ ബി ആണ്, യെസ്. റിപ്ലേസ്മെൻറ്റ് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ വോളിയം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഫിൽറ്റർ ഇൻ CRRT ഏത് ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്? ആൻസർ ബി ആണ്, നമ്മൾ ഹീമോ ഫിൽറ്ററാണ് CRRTയിൽ യൂസ് ചെയ്യുന്നത്. CRRTയുടെ എഫ്ലൂവൻ്റ് ഏതാണ്? ആൻസർ ബി ആണ്, വേസ്റ്റ് ഫ്ലൂയിഡാണ് CRRTയുടെ എഫ്ലൂവൻ്റ്. പുറത്തു പോകുന്ന വെള്ളം വേസ്റ്റ് ഫ്ലൂയിഡ്. SLED എഫിഷ്യൻസി എത്രയുണ്ട്? നല്ല എഫിഷ്യൻ്റ് ആണോ അല്ലെന്നാണ് ചോദ്യം. ആൻസർ സി ആണ്, ഒരു ഹൈയോ അല്ല ലോ അല്ല, ഒരു മീഡിയമാണ് അല്ലെങ്കിൽ മോഡറേറ്റ് ആണ്. ബിറ്റ്വീൻ IHD ആൻഡ് CRRTയുടെ ഇടയ്ക്കുള്ളതാണ് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. CRRTയുടെ ഇൻഡിക്കേഷൻ എപ്പോഴാണ് CRRT ചെയ്യുന്നത്? CRRT ചെയ്യുന്ന പെട്ടെന്ന് കിഡ്നിക്ക് എന്തെങ്കിലും കേട് വരുമ്പോഴാണ് നമ്മൾ CRRT ചെയ്യുന്നത്. നമ്മൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചറി പ്രത്യേകിച്ച് ICU കിടക്കുന്ന പേഷ്യൻ്റൊക്കെയാണ് CRT ചെയ്യുന്നത്. AKI ICU. ആൻസർ ബി ആണ്. SCVF ഇൻഡിക്കേഷൻ എപ്പോഴാണ് ചെയ്യുന്നത്? എക്സസ് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനാണ് SCVF യൂസ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. CVVHD റിമൂവ്സ് എന്താണ് റിമൂവ് ചെയ്യുന്നത്? സ്മോൾ മോളിക്യൂൾസിനാണ് റിമൂവ് ചെയ്യുന്നത്, സ്മോൾ സൊല്യൂഷനാണ് റിമൂവ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. CVVH റിമൂവ്സ് CVVH ഏതാണ് റിമൂവ് ചെയ്യുന്നത്? കുറച്ചുകൂടെ വലിയ മോളിക്യൂൾസിനാണ് യൂസ് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. ആൻസർ ബി ആണ്, മിഡിൽ മോളിക്യൂൾസ്. CRRTയുടെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? CRRT ICU ചെയ്യാൻ പറ്റുന്ന കണ്ടിന്യൂസ് കെയർ വേണം, കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണം. അപ്പം അത് ആൻസർ ബി ആണ്. ഹെപ്പാരിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണ്? നാച്ചുറൽ. ആൻസർ ബി ആണ്, ബ്ലീഡിങ്. ക്ലോട്ട് പ്രിവെൻറ്റിന് യൂസ് ചെയ്യുന്ന ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാവും, അപ്പം അത് റിസ്ക് ആണ്. ആൻസർ ബി ആണ്. ഇപ്പോൾ തുടങ്ങിയ CRRT ഈസ് ഡ്യൂ ടു എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കുറയുന്നത് പേഷ്യൻ്റ്? അത് ഡയാലിസിസിൻ്റെ ടെമ്പറേച്ചർ കുറയുമ്പോൾ പേഷ്യൻ്റ് ടെമ്പറേച്ചർ ഫോൾ വരാൻ സാധ്യതയുണ്ട്. ആൻസർ സി ആണ്. SLED മെഷീൻ ഒരു സ്റ്റാൻഡേർഡ് HD ഹീമോഡയാലിസിസ് മെഷീനാണ്, അതിനെ മോഡിഫൈ ചെയ്താണ് SLED ചെയ്യുന്നത്. അത് ആൻസർ ബി ആണ്. പ്ലാസ്മഫെറസിസ് എന്താണ് റിമൂവ് ചെയ്യുന്നത്? നമ്മൾ പ്ലാസ്മയ്ക്കുള്ള ആൻറ്റിബോഡീസിനാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പം ആൻസർ എ ആണ്. ആൽബുമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ആൽബുമിൻ ബേസിക്കലി ബ്ലഡിനകത്ത് ഓസ്മോട്ടിക് ആക്ഷൻ ഉണ്ടാക്കി ബ്ലഡിന് വോളിയം കൂട്ടും. ആൻസർ ബി ആണ്, വോളിയം എക്സ്പാൻഡ് ചെയ്യും. ഹീമോപോർഫിരിൻ കാട്രിഡ്ജ് അത് എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? അത് അബ്സോർബ് ചെയ്യും, അതിൻ്റെ സർഫസിൻ്റെ മോളിക്യൂൾസിനെ പിടിച്ചു വയ്ക്കും. ആൻസർ ബി ആണ്. CRRT സ്റ്റെബിലിറ്റി എത്ര സ്റ്റേബിൾ ആണെന്നുള്ളതാണ്. ആൻസർ സി ആണ്, നല്ല സ്റ്റേബിൾ ആണ്, അത് ജെൻറ്റിൽ തെറാപ്പിയാണ്, അതുകൊണ്ട് പേഷ്യൻ്റ് ഹീമോഡൈനാമിക്കലി സ്റ്റേബിൾ ആയിരിക്കും. ആൻസർ സി ആണ്. SLED ഫ്ലോ റേറ്റ് ഹൈ ആണ് ലോ ആണെന്ന് ചോദിക്കും. ആൻസർ ബി ആണ്, മോഡറേറ്റ്. ഹൈ അല്ല ലോ അല്ല, മോഡറേറ്റ് ആണ്. പ്ലാസ്മ എക്സ്ചേഞ്ച് ഫ്രീക്വൻസി എത്ര തവണയാണ് പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്? ആൻസർ ബി ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ആൻസർ ബി ആണ്. HP ടോക്സിൻ റിമൂവൽ, അപ്പോൾ അതിൽ ഏത് തരത്തിലെ ടോക്സിൻസ് ആണ് എടുക്കുന്നത്, അബ്സോർബ് ചെയ്യുന്നത്? ലിപ്പിഡിലെ ടോക്സിൻസ് ആണ് അബ്സോർബ് ചെയ്യുന്നത്. ആൻസർ എ ആണ്. CRRT ഫിൽറ്റർ ക്ലോട്ടിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ക്ലോട്ടിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കോമൺ ആണ്, അതുകൊണ്ട് ആൻറ്റികോഗുലൻ്റ് ലൈക്ക് ഹെപ്പാരിനൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. SCU സൊല്യൂട്ട് റിമൂവൽ എത്ര സൊല്യൂട്ടുകൾ റിമൂവ് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പോൾ അത് ആൻസർ സി ആണ്, മിനിമലാണ്. ഫ്ലൂയിഡ് റിമൂവലാണ് കൂടുതൽ ചെയ്യുന്നത്, അതിൻ്റെ സൊല്യൂട്ട് റിമൂവൽ കുറവാണ്. ആൻസർ സി ആണ്. CVVHDF അഡ്വാൻറ്റേജ് എന്താണ്? അതിനകത്ത് ഡിഫ്യൂഷനും കൺവെക്ഷനും ഉണ്ട്, അതുകൊണ്ട് ഒരു കമ്പൈൻഡ് ആയിട്ട് ക്ലിയറൻസ് ആണ്, അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും. ഓക്കെ, ആൻസർ ബി ആണ്. ഡയാലിസിസ് മെംബ്രെയിൻ അത് സെലക്റ്റീവ് മെംബ്രെയിനാണ്, അത് സെമി പെർമിയബിൾ മെംബ്രെയിനാണ്, അതുകൊണ്ട് സെലക്റ്റീവായിട്ടുള്ള സാധനങ്ങളുണ്ട്, അത് കടത്തി വിടും, അതുകൊണ്ട് ആൻസർ ബി ആണ്. അൾട്രാഫിൽട്രേഷൻ ഡ്രിവൺ ബൈ എങ്ങനെയാണ് അതിൻ്റെ
വർക്ക് ചെയ്യുന്നത് ബേസിക്കലി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ് പ്രഷർ. CRRT ICUs സ്റ്റാൻഡേർഡായിട്ട് ICU യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ്. അപ്പം ICU യൂസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ആൻസർ എസ് ആണ്, യൂസ് ചെയ്യുന്നതാണ് ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. SLED കോസ്റ്റ് എങ്ങനെയാണ്, കൂടുതലാണ് കുറവാണെന്നുള്ള ചോദ്യം. ആൻസർ ഒരുപാട് കൂടുതലില്ല കുറവില്ല, മോഡറേറ്റ് ആണ്. CRRT ചീപ്പറാണ് അത്. ആൻസർ സി ആണ്. HP ഡ്യൂറേഷൻ എത്രയാണ്, എത്ര നേരമാണ് ചെയ്യുന്നത്? ആൻസർ കുറച്ച് മണിക്കൂറിലൊക്കെ ചെയ്യുന്നത്. ആൻസർ ബി ആണ്, യൂഷ്വലി ഫ്യൂ അവേഴ്സ്. പ്ലാസ്മഫെറസിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണ്? പ്ലാസ്മഫെറസിൻ്റെ കോംപ്ലിക്കേഷൻ നമ്മൾ പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ BP ഫോളോ വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് ബ്ലഡിൻ്റെ വോളിയം അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ BP കുറയും. അതിൻ്റെ ആൻസർ ബി ആണ്, ഹൈപ്പോടെൻഷൻ. ഓക്കെ, ഇനി essay ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ സബ്ജക്റ്റ് സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതൊന്ന് പഠിക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കിയെടുക്കുക. അപ്പം എക്സാമിൽ മിക്കവാറും ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പം താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.